കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് സമീപം സ്ഫോടക വസ്തുവേർ. എതിർവശത്തെ വീടിൻ്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത്. ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. 2 തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി. ബൈക്കിലെത്തിയ 4 പേരാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ തൃശ്ശൂർ അയ്യന്തോളിലുള്ള വീട്ടിന് മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത്. സംഭവം നടക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ വീടിനുള്ളിലുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ തൃശ്ശൂരിലെത്തി തൃശ്ശൂരിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന തുടരുന്നു. ആക്രമണത്തിൻ്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ച നാട്ടുകാരായ 3 യുവാക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. വിഷുവിന് വാങ്ങിയ പടക്കമാണ് പൊട്ടിച്ചതെന്നാണ് യുവാക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും പോലീസ് അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.